ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു കല്യാണത്തിന് പോകാൻ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എവിടേക്കാണ് പോകണമെന്നല്ലേ, നമ്മളെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ ഒരു മണിക്കൂറത്തെ യാത്ര എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ എത്തിപ്പെട്ടിട്ടുണ്ട് ഗൈസ്, മൈത്രി ഓഡിറ്റോറിയം കേട്ടോ. ഉമ്മ പിന്നെ ഉമ്മാൻ്റെ അവിടുത്തെ ഉമ്മ വന്നിരുന്നല്ലേ, നമ്മളെ വീട്ടിൽ വിരുന്നായിരുന്നു. അപ്പോൾ ഓരോ കൂടെ ഉമ്മ നേരത്തെ പോയി, ഞാനും താത്തിയും ജുനൊക്കെ പിന്നെയാണ് വന്നത് ഗൈസ്. അങ്ങനെ ഇതാ നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെത്തിയപ്പോഴേ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെയാണ്. അപ്പോൾ ഇതാ ഗൈസ് അവിടെ എത്തിയപ്പോഴാണ് കണ്ട് എല്ലാവരും മഞ്ഞാണ് ഗൈസ്, അധികം മഞ്ഞ, എവിടെ നോക്കിയാലും മഞ്ഞ. ഞാനൊന്ന് മഞ്ഞ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും മഞ്ഞ, സംഭവം നല്ല രസമായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ, ഏതായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്, അതൊക്കെ ഉണ്ട് നമ്മളെ കുടുംബക്കാരാണ്, നമ്മളെ ഉമ്മയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വീഡിയോ എടുത്തു. ഉമ്മയും താത്തി എന്തോ കാര്യമായിട്ട് പറയാൻ കേട്ടോ, അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ താത്ത തിരിഞ്ഞതും അങ്ങനെ ഗൈസ്. അപ്പോൾ പെണ്ണ് വയനാട് എവിടോ ആ ഭാഗത്തോടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളെ ചെക്കൻ്റെ ഏറ്റവും ഇളയ അനിയനാണ് കേട്ടോ, ഒരു അനിയനുണ്ട്, അതിൻ്റെ താഴെയുള്ള ഒരു അനിയനാണത്. അപ്പോൾ ഓനെ ഞാൻ പൂച്ചനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പൂച്ച ഉണ്ടോ വെച്ചാണ് വന്നതാണ് എൻ്റെ അടുത്തേക്ക്, അങ്ങനെ വർത്താനം പറഞ്ഞു പോവുകയും ചെയ്ത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് എല്ലാവരും വരുന്നേ ഉള്ളതിനും നമ്മൾ പിന്നെ നേരത്തെ കയറി അങ്ങ് ഇരുന്ന് ഫുഡ് കഴിക്കുക പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാ ഗൈസ് ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അതിലിതാ ബിരിയാണിയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. വേറൊരു ചോറും കൂടി ഉണ്ടായിരുന്നു, നമ്മളെ മന്തിൻ്റെ പോലത്തെ ഒരു എന്തോ റൈസാണ്. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ബിരിയാണി കഴിച്ചത്. അപ്പോൾ അതിക്ക് കടായി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു, ഞാൻ നല്ലോണം വയറിറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് പിന്നെ പെണ്ണിനെയും ചെക്കനെയും കൊണ്ടുവരുന്ന ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ വരുന്നു ഗൈസോൽ. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ വരുന്നതൊക്കെ എടുക്കുന്നത് നമ്മൾ. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കണ്ടാലോ ഗൈസ്, നിങ്ങൾക്ക് ഏതായാലും വീഡിയോ കാണാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ കേട്ടോ എങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങൾ കല്യാണം എന്നൊക്കെ. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ അപ്പോൾ ഇതാ ഗൈസ്, അപ്പോൾ ആ സാരി എടുത്തിട്ട് നിൽക്കണതാണ് കേട്ടോ നമ്മളെ ഉമ്മാൻ്റെ അമ്മയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കണ ആ ഗ്രീൻ കളർ സാരി എൻ്റെ അമ്മ ആണ് കേട്ടോ. പിന്നെ അവിടെ നിൽക്കണല്ല നമ്മളെ റിലേറ്റീവ്സ് തന്നെയാണ്. അപ്പോൾ ഇതാ ആ മുടിയൊക്കെ ബാക്കിൽ കെട്ടിയിട്ടുള്ള ആളല്ലേ, അതാണ് നമ്മളെ ചെക്കൻ്റെ നേരെ അനിയൻ കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാ അപ്പോൾ നമ്മളെ പാലക്കാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മമ്മയൊക്കെ പോവാണ് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോ യാത്ര ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ അമ്മമ്മ അങ്ങനെ പോവാണ്. അമ്മമ്മ ഒരു ദിവസത്തിന് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ അമ്മമ്മയോട് സംസാരിച്ചിരിക്കാൻ. പിന്നെ ഇത് നമ്മളൊരു അമ്മോൻ്റെ മോളാണ്. പിന്നെ ഇതാ ഗൈസ് ഇവനാണ് കേട്ടോ ചെക്കൻ. അപ്പോൾ ഇവൻ്റെ കല്യാണമൊന്നും റെഡി ആയിട്ടില്ല, നമുക്ക് നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ നോക്കണം ഗൈസ്. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ അവനോടൊക്കെ യാത്ര പറഞ്ഞാണ്ട് തിരിച്ച് നമ്മളും പോരുന്നുണ്ട്. പോരുന്ന ബൈക്കാണ് ഗൈസ് നമ്മൾ ഉപ്പിലിട്ട് കണ്ടത്. അത് പിന്നെ എവിടെ കണ്ടാലും നമ്മൾ വാങ്ങുമല്ലോ. അപ്പോൾ ഓരൊക്കെ പൈനാപ്പിൾ കഴിച്ച് നമുക്ക് മാങ്ങ മതി ഇരട്ടി, ഞാനും താത്തിയും കുട്ടികളൊക്കെ മാങ്ങ കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൈനാപ്പിൾ അല്ലെങ്കിലും വലിയ ഇഷ്ടമില്ല, മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എവിടെ കണ്ടാലും മേടിച്ച് കഴിക്കലുണ്ട്. അങ്ങനെ ഏതായാലും നമ്മളത് കഴിച്ചു.
പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോഴാണ് പിന്നെ അടുത്ത് കണ്ട ഗൈസ് പാലട പായസം. അത് കണ്ടാൽ പിന്നെ വെറുതെ ഇടില്ല, നല്ല ആവിയൊക്കെ പോകേണ്ടിരുന്നിട്ട് അതിന് നല്ല ചൂടുള്ള പായസമാണ്. നമ്മളപ്പോൾ അതും മേടിച്ച് കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓവർ മധുരമോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുടിക്കും ചെയ്തു, പിന്നെ കുറച്ച് നമ്മൾ മേടിച്ച് കണ്ട് പോരും ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ അതാ നല്ല തണുത്ത ചൂട് പായസം അടിപൊളിയായിരുന്നിട്ട് ഗൈസ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു ഗൈസ്. അങ്ങനെ നമ്മളൊരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ സംസാരത്തിൽ കുറച്ചൊക്കെ കുറവുകളൊക്കെ ഉണ്ട് ഗൈസ്, നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കുറേ ആയി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ആ ടച്ച് ഇങ്ങോട്ട് വിട്ടൊരു നിൽക്കുന്ന ടൈമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഓക്കെ, ടാറ്റാ.